ചെങ്ങായിമാരെ എന്തെല്ലാം വിശേഷം? സുഖം തന്നെയല്ലേ? ഇന്ന് രാവിലെ എണീച്ചപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മഴയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കട്ടോ രാവിലെ ആയതുകൊണ്ട്. നല്ല സന്തോഷമാണ് കേട്ടോ. മഴ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ എന്ത് റാഹത്താണല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ നേരമായിട്ടോ. നല്ല പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചൊക്കെ കേട്ടോ ഇന്നത്തെ ഫുഡ്. ഉഫ്, അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കൊതിയാവുന്നുണ്ട് അല്ലേ. എന്താ രസം ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ച് ഇങ്ങനെ റാഹത്തായിരിക്കും കേട്ടോ. ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഉമ്മാൻ്റെ കോഴിക്കോടുണ്ട് കേട്ടോ. കോഴിക്കളൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ അതിനെങ്ങനെ വല കെട്ടിയിട്ടാട്ടോ ഇപ്പോൾ നോക്കുന്നത്. കീരികളെയും കുറുക്കൻ്റെയും നായ്ക്കളൊക്കെ കാരണം കേട്ടോ ഇങ്ങനെ. പിന്നെ അടുത്ത് തന്നെ വിറകടുപ്പിൽ ഇങ്ങനെ എന്തോ പുകഞ്ഞ് പൊന്തുന്നു കേട്ടോ. ഉമ്മ എന്തോ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇങ്ങനെ ഉമ്മാൻ്റെ കുറച്ച് ചട്ടിയും പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ടൈം. പുറത്താണ് കിണറുള്ളത് കേട്ടോ. ഇത് 3 വീട്ടുകാർ കൂടി ഒരു കിണറാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വീട് വിട്ട് പോകുമ്പോഴാണ് കേട്ടോ വീട് എത്രമാത്രം മനോഹരമാണെന്നും വീട് എത്രമാത്രം നമുക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവാൻ പറ്റുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നമ്മളത് മനസ്സിലാക്കുന്നില്ല കേട്ടോ ആ ഒരു സത്യം. വീട് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു നമുക്കെന്നുള്ളത് എന്നല്ല. അപ്പോൾ ഈ ഒരു കാഴ്ച ഇങ്ങനെ നമ്മൾ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി നാട് വിട്ട് പോകുമ്പോഴല്ലേ ഓർമ്മകളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതാ ഫുഡിന് നേരമായപ്പോൾ നല്ല സദ്യയാണ് നിന്നിട്ടുള്ളത്. നമുക്കൊരു അതിഥി ഉണ്ട് കേട്ടോ. ഇങ്ങനെ അതാ റിയൊക്കെ ഇങ്ങനെ അതാ കഴിക്കണം, പപ്പടമൊക്കെ എടുത്ത് കഴിക്കണം. ഇത് നമ്മളെ ഐസമ കേട്ടോ, വൈഫിൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ. അങ്ങനെ അവനൊക്കെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി നമ്മൾ ഇറങ്ങിട്ടോ. നമ്മളൊരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയി കാണാം. ബൈ. ഫാസിൽ.